ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പുണ്യകർമ്മങ്ങൾക്ക് ഒരു വസന്തമാസം എന്ന വിഷയത്തെ അധികരിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നല്ലത് പറയുവാനും അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആദ്യമായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഓർത്തു പോവുകയാണ്. ആ മഹാനായ തങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, അവരാണ് നമ്മെ ഇത്തരത്തിൽ സംഗമിപ്പിച്ചത്. ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നമ്മെ പ്രചോദിപ്പിച്ചത് ആ മഹാന്മാരായ സാദാത്തുക്കളാണ്, പാണക്കാട് തങ്ങന്മാരാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, 1998 പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈസി ബിരുദം വാങ്ങി. ആ സന്ദർഭത്തിൽ ആ സദസ്സിലുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ ചിത്താരി മുഹമ്മദ് ഹാജി സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. മർഹൂം ചിത്താരി മുഹമ്മദ് ഹാജി സാഹിബ് അദ്ദേഹം ഈ വിനീതനെയും കൂടി പാണക്കാട് വടപ്പനക്കൽ തറവാട്ടിലേക്ക് പോയി. അന്ന് രാത്രി തങ്ങളുടെ വീട്ടിൽ ചെന്ന് തങ്ങളോട് പറഞ്ഞു, എന്റെ സുഹൃത്തിന്റെ മകനാണ്, തങ്ങളെ ദുആ ചെയ്യും, തങ്ങളുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്യും. തീർച്ചയായും ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ സഹായിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മഹാന്മാരായ തങ്ങന്മാരെ കുറിച്ച് രണ്ടു വാക്ക്. ആരാണ് പാണക്കാട് കുടുംബം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ പൗത്രനായ യമനിലെ ഹറമൂത്തിലെ തരീമിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ശിഹാബുദ്ദീൻ അൽ-ഹറാമി മഹാനവറുകൾ 300 വർഷം മുമ്പ് കേരളക്കരയിലെത്തുകയുണ്ടായി. റസൂലുള്ളാഹിയുടെ 35ാമത്തെ പൗത്രനായ സയ്യിദ് അലി ശിഹാബുദ്ദീൻ അൽ-ഹറാമി മഹാനായ ശിഹാബ് തങ്ങളുടെ 6ാമത്തെ ഉപ്പാപ്പ, അദ്ദേഹം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് വരികയുണ്ടായി. 300 വർഷം മുമ്പ് യമനിലെ ഹറമൂത്തിൽ നിന്ന്. ആ സയ്യിദ് അലി ശിഹാബുദ്ദീൻ അൽ-ഹറാമി തങ്ങളുടെ മകനാണ് സയ്യിദ് ശിഹാബുദ്ദീൻ മുല്ലക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് മലപ്പുറത്ത് താമസമാക്കിയ മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് ബ്രിട്ടീഷുകാരുടെ പീഡനത്തിന് വിധേയനായ ഇന്നും വെല്ലൂരിൽ അന്ത്യവിശ്രമമുള്ള മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ ആറ്റക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് സയ്യിദ് മുഹമ്മദ് കോയലി കോയത്തങ്ങൾ. ആ കോയലി കോയത്തങ്ങളുടെ മകനാണ് കേരളീയ മുസൽമാന്മാരുടെ നവോത്ഥാന നായകൻ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ. ആ പൂക്കോയത്തങ്ങളുടെ മകനായി 1936 പാണക്കാട് ഉദയം ചെയ്ത മഹാനുഭാവനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. ആ പരമ്പര നമുക്ക് മറക്കാൻ കഴിയില്ല. ആ നേതാക്കന്മാരാണ് നമ്മെ ഇത്തരത്തിൽ ഊർജ്ജസ്വലരായ സമൂഹമാക്കി മാറ്റിയത്. പാവപ്പെട്ടവരെ സഹായിക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് പ്രചോദനം നൽകിയത് ആ മഹാന്മാരായ തങ്ങന്മാരാണ്. എത്രയെത്ര വീടുകളാണ്, എത്രയെത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് അന്തിയുറങ്ങാൻ വീടില്ലാത്തപ്പോൾ അവർക്ക് വീട് നിർമ്മിക്കാൻ, അതുപോലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നാം മുന്നോട്ട് വന്നത്, നമ്മുടെ ഇടയിലെ പണക്കാർ പാവപ്പെട്ടവർ ഒരുപോലെ മുന്നോട്ട് വന്നത് മഹാന്മാരായ
ഈ സമുദായത്തെ ഉത്തരോത്തര പുരോഗതിയിലേക്ക് നയിക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെ അതിനേക്കാൾ കൂടുതലായി ചെയ്യേണ്ട കാലമാണ് പ്രത്യേകിച്ച് റമദാനിൽ. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട് സൽക്കർമ്മങ്ങൾ. വിശുദ്ധമായ റമദാനിൽ നാം എന്തൊക്കെ അമലുകളാണ് ചെയ്തത്? ഓരോരുത്തരും മനസ്സിനോട് ചോദിച്ചു നോക്കുക. ഒരുപാട് അമലുകൾ ചെയ്തു, നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഖുർആൻ ഓതി, എഴുതിക്കാറുന്നു, സദഖ ചെയ്തു, ഒരുപാട് അമലുകൾ ചെയ്തു. പക്ഷേ ആ അമലുകളെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടിയ അമലുകളായിട്ടുണ്ടോ? യഥാർത്ഥ താല്പര്യത്തോടുകൂടി, അമലുകളോടുള്ള പ്രതിപത്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി നാം ചെയ്യുന്ന കർമ്മങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം, ആ രീതിയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇല്ല, വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്? നാം ചെയ്യുന്ന ഒരു കടമ നിർവഹിക്കും പോലെ, ഒരു നേർച്ച കടമ്പോടും പോലെ നാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനോട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിന്റെ അകത്ത് നിന്നൊരു സ്നേഹം നാം ചെയ്യുന്ന കർമ്മങ്ങളോട് വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈമാനിന്റെ പോരായ്മയാണ്. ഈമാൻ പരിപൂർണമാകാത്തത് കൊണ്ടാണ്. ഈമാനിന് കരുത്തില്ല, ഈമാനിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഈമാൻ? ഈമാൻ എങ്ങനെയാണ് കരുത്തുള്ളതാകുന്നത്? അതിന്റെ ലക്ഷണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിൽ പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും സത്യവിശ്വാസികൾ, യഥാർത്ഥ ഈമാൻ കൊണ്ടവർ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, ആരാണ് യഥാർത്ഥ ഈമാൻ കൊണ്ടവർ? അല്ലദീന, ഒരു കൂട്ടരാണ്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അവന്റെ ശിക്ഷയെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പേടിച്ച് വിറകൊള്ളുന്നവർ ആരാണ്? നാം ഓർത്തു നോക്കൂ, മഹാനായ സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകങ്ങളുടെ ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി, ഇസ്രായേലിന്റെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങളെ കിടന്നു കൊള്ളിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അദ്ദേഹത്തിന് ഒരു ഡയറി ഉണ്ടായിരുന്നു. ഭരണം നടത്തുമ്പോൾ ഒരു ഡയറി ഉണ്ടായിരുന്നു കയ്യിൽ. ആ ഡയറിയിൽ താൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഓരോ ആഴ്ചയിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നന്മയും തിന്മയും, നല്ലതും നല്ലതല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഡയറിയിൽ കുറിച്ചു വെക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അതെടുത്ത് വായിച്ചു നോക്കുകയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചയും എടുത്ത് വായിച്ചു നോക്കും. അതിൽ നല്ലതുണ്ടാകും, നല്ലതല്ലാത്തത് കാണുമ്പോൾ താൻ കരുതി വെച്ച ഒരു ചാട്ടമാരെടുത്തിട്ട് തന്റെ ശരീരത്തിലെ തലങ്ങും വിലങ്ങും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്. യാ ലൈതനീ ലം തലിദീ ഉമ്മീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ എന്തിനും തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാട്ടമാര് കൊണ്ട് തന്റെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും അടിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കറുത്ത പാടുകളുണ്ട്, അടികൊണ്ട പാടുകൾ, താൻ സ്വന്തം അടിച്ച പാടുകൾ. രോഗിയായിരിക്കുമ്പോൾ സന്ദർശിക്കാൻ വരുന്നവരെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുമത്രേ, യാ ലൈതനീ ലം തലിദീ ഉമ്മീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു
ربك لواقع ما له من دافع إن عذاب ربك لواقع നിശ്ചയം തങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. ما له من دافع അതിനെ തടയാൻ ആർക്കൊണ്ടെന്ന് സാധ്യമല്ല എന്നുള്ള ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണുപോയി. ബോധം കെട്ട് കിടക്കുകയാണ്. ബോധരഹിതനായി താഴെ വീണപ്പോൾ സ്വഹാബത്ത് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഒരു മാസക്കാലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഉമർ ഫാറൂഖ് തങ്ങൾ. ആയത്ത് കേൾക്കുമ്പോൾ പേടിച്ചു കിടക്കുകയാണ്. ബോധം കെട്ട് വീഴുകയാണ്. പരിശുദ്ധ ഖുർആന്റെ വചനം കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പറയാൻ ആരാലും സാധ്യമല്ലെന്ന വാക്ക് കേട്ടപ്പോൾ ബോധം കെട്ട് വീണുപോയി. ഇസ്രായേലിലെയും കൈസറിന്റെയും കോട്ടക്കൊത്തനങ്ങളെ കിടനെ കൊള്ളിച്ച മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതാണ് ഈമാൻ. അങ്ങനെയുള്ള കരുത്തുറ്റ ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ വചനത്തിൽ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാനിനെ വർദ്ധിക്കുകയാണ്. അതാണ് മഹാന്മാരായ സ്വഹാബത്ത്. പക്ഷേ ഇന്ന് ഖുർആൻ ഓതാൻ പോലും നമുക്ക് സമയം ലഭിക്കാതെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രമാണ് തങ്ങളുടെ ആ ഈമാനിന്റെ പൂർണ്ണത എത്രമാത്രമാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മറ്റൊരു സഹോദരനും കൂടി മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുകയാണ്. ആയിഷ ബീവിയെ സന്ദർശിക്കാൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു, ഒപ്പം ഉബൈദ് ഇബ്നു അംർ തുടങ്ങിയ ഏതാനും സ്വഹാബത്ത് ആയിഷ ബീവിയെ സന്ദർശിച്ചു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം എന്നിട്ട് ചോദിച്ചു, ആയിഷ ബീവി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏതാണ്? നിങ്ങളും ഹബീബായ നബിയും തമ്മിലുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായ ദിവസമായി തോന്നിയത് എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന ദിവസം ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസമാണ്. ആയിഷ ബീവിയുടെ ദിവസത്തിൽ ആയിഷ ബീവി പറയുന്നു, എന്റെ ദിവസത്തിൽ എന്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കാൻ വരികയാണ്. കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ആയിഷ, എന്നെ ഒന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കൂ ആയിഷ. ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യട്ടെയോ ആയിഷ?
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം യതഫക്കറൂൻ അല്ലദീന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇന്നലെ രാത്രി വായത്തറനി എന്താണ് ഇന്ന ഫീ ഖൽഖിസ് സൃഷ്ടിപ്പിനോട് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി രാവും പകലും മാറി മാറി വരുന്നതിനുണ്ട് ലആയാതിൻ ലിഉലിൽ അൽബാബ് ബുദ്ധിമാന്മാർക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. വിരാടിനോട് പറയുകയാണ് നിന്നും ഇരുന്നും കിടന്നും എന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തും അല്ലാഹുവിനെ ഓർക്കുക. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം മാത്രമല്ല വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് നോക്കിയിട്ട് അതിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നിട്ട് പറയും റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ പടച്ചവനെ ഇതൊക്കെ പടച്ചത് വെറുതെയല്ലോ തമ്പുരാൻ, ഇതിന്റെ പിന്നിലെല്ലാം മഹായുക്തിയുണ്ടല്ലോ, ഇത് നിരർത്ഥകമായി നിഷ്ഫലമാകാൻ മനുഷ്യരുമായി പടച്ചതല്ലോ തമ്പുരാൻ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞങ്ങളെ നരകശിക്ഷയെ തൊട്ട് നീ കാത്തു രക്ഷിക്കണമേ എന്നുള്ള അർത്ഥം കുറിക്കുന്ന ആയത്ത് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് ബിലാലെ. ഈ ആയത്തോടിയിട്ട് തങ്ങൾ പറയുന്നു നരകശിക്ഷയെ തൊട്ട് കാവൽ തേടാനാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ആ നരകത്തിന്റെ തീ അടക്കാൻ കണ്ണിന്റെ ഈ ധാരധാരയിൽ ഒഴുകുന്ന വെള്ളത്തിനല്ലാതെ കണ്ണുനീരിനല്ലാതെ നരകത്തിന്റെ തീയെ അടക്കാൻ സാധിക്കില്ല ബിലാൽ. അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ ബിലാലെ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ബിലാലിനോട് സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബിലാൽ കരഞ്ഞു പോവുകയാണ്. കണ്ണുനീർ വാർത്തുകൊണ്ട് ആ കണ്ണുനീര് കൊണ്ട് നരകത്തിന്റെ തീരെ അടക്കാമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. തങ്ങൾക്ക് എത്ര നിസ്കരിച്ചാലും മതി വരുന്നില്ല, അമൽ ചെയ്താൽ തങ്ങൾക്ക് പൂതി തീരുന്നില്ല, അമൽ ചെയ്താൽ തങ്ങളുടെ പൂതി തീരുന്നില്ല. കാരണം തങ്ങൾ അക്മലുന്നാസി ഈമാനാ, ജനങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർണ്ണമായവരാണ് നബിതങ്ങൾ. അതുകൊണ്ട് അമൽ ചെയ്താൽ തങ്ങൾക്ക് മതി വരുന്നില്ല, വല്ലാത്ത പുതിയാണ് അമൽ ചെയ്യാൻ. വീണ്ടും വീണ്ടും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ പറയുന്നു, ഒരു ദിവസം രാത്രി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. തങ്ങൾ നിസ്കാരത്തിന് കൈകെട്ടി, സുന്നത്ത് നമസ്കാരത്തിന് കൈകെട്ടി, ഞാൻ പുറകിൽ നിന്നു. കൈകെട്ടി തങ്ങൾ ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ ബഖറ തുടങ്ങി. സൂറത്തുൽ ബഖറ ഓതി. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വിചാരിച്ചു 100 ആയത്താകുമ്പോൾ തങ്ങൾ റുകൂഇലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. 100 ആയത്തായ റുകൂഇലേക്ക് ഇല്ല. അങ്ങനെ തുടർന്നു. 200 ആയി, 286 ആയത്തുണ്ട് അൽ-ബഖറയിൽ. എന്നാൽ അൽ-ബഖറ കഴിഞ്ഞാൽ റുകൂഇൽ പോകും എന്ന് വിചാരിച്ചു. ഇല്ല. ആല ഇമ്രാൻ, പിന്നെ തങ്ങൾ ആല ഇമ്രാൻ സൂറത്ത് തുടങ്ങുകയാണ്. ആല ഇമ്രാൻ മുഴുവൻ ഓതി എന്നിട്ടാണ് തങ്ങൾ റുകൂഇലേക്ക് പോകുന്നത് രാത്രി നിസ്കാരത്തിൽ. സൂറത്തുൽ ബഖറയിൽ ആല ഇമ്രാൻ. ഇന്ന് 10 മിനിറ്റ് കൊണ്ട് തറാവീഹ് 20 മിനിറ്റ് സ്ഥലം എവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ പിന്നെ തറാവീഹ് ഒരാളെ വരുന്നില്ല. നിങ്ങൾക്ക് വയലില്ലാത്ത ഇന്ന് ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. നിങ്ങൾ ഡ്യൂട്ടി ദിവസവും നല്ല വിഷയം. ലോകകപ്പ് ഫുട്ബോളാണ് നമുക്ക് എന്ത് വായന, എന്ത് റമദാൻ പ്രഭാഷണം. അതും ഇന്ന് ബ്രസീലിന്റെ കളിയാണ്. നിങ്ങളെ റമദാൻ പ്രഭാഷണം
പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നിങ്ങൾ നന്നായി അവരുടെ പറയാൻ പറ്റില്ല. അല്ലാഹു തആല നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയ ആയത്ത് ഓതിയ സൂറത്ത് മറ്റൊരു വലിയ ഓതിയാണില്ല. മറ്റൊരു ഉസ്താദ് എപ്പോഴും എല്ലാ ഉസ്താദും നിങ്ങൾക്ക് വേറെ സുഹൃത്തൊന്നും അറിയില്ല. രാജ്യം എല്ലാവരും 300 ഞാൻ അൽബക്കർ പോയി തരാം, 300 രൂപ ശമ്പളം. നിങ്ങളെ 300 രൂപ ഞാൻ അൽബക്കർ പോയി തരാം. കാപ്പ് ഖുർആനിൽ പെട്ടെന്ന് അതോതിയാൽ മതി കൂലിക്കും. അപ്പൊ അങ്ങനെയല്ല, അൽബക്കർ തുടങ്ങി രണ്ടാമത് ആലു ഇമ്രാൻ എത്ര ആയത്താ? അൽബക്കറിൽ 286, ആലു ഇമ്രാനിൽ 200. ഈ രണ്ട് സൂറത്തും ഓതി തീർന്നു ഒന്നാമത്തെ റക്അത്തിൽ. എന്നിട്ട് തങ്ങളുടെ റുക്കൂഇലേക്ക് പോയി തങ്ങളുടെ റുക്കൂഇ നൃത്തത്തിനോട് അടുക്കും. പിന്നെ ഇജ്തിഹാദിലേക്ക് വന്നു, തങ്ങളുടെ ഇജ്തിഹാദ് റുക്കൂഇനോട് അടുക്കും. പിന്നെ സുജൂദിലേക്ക് പോയി സുജൂദ് നൃത്തത്തിനോട് അടുക്കും. അത്ര വലിയ നിസ്കാരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് തങ്ങൾ നിസ്കരിച്ചത് കൊണ്ടല്ലേ മഹാനായ ഇമാം ബുഖാരി പറഞ്ഞത്, ലലംതു സുന്നത മൻ അഹിയല്ലല മൈല അനിഷ്തകത ഖദമ ഹുറാൻ വഅമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വശദ്ദ മിൻ സബബിൻ അഹ്ശാഹു വതവ തഹ്ത الحجارة كشح مطرف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. إمام بخاري പറയുകയാണ്, വലംതു സുന്നത മൻ അഹ്യ الظلام إلى أن اشتكت قدماه ضرا ضرمي. നിസ്കരിച്ച് കാലിൽ നിന്ന് വന്ന് ആ നീര് പൊട്ടി ഒലിക്കുന്നവരെ രാത്രിയെ ഹയാത്താക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അതിക്രമം കാണിച്ചു പോയി. അത്ര വലിയ സുന്നത്ത് നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ ഇമാം ബുഖാരി താഴെ പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? അങ്ങനെയുള്ള ആ നിസ്കാരമാണ്, അങ്ങനെയുള്ളതായ അമലിനോടുള്ള വല്ലാത്ത സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകേണ്ടത്. ഈമാൻ പൂർണ്ണമാകുന്നതിന്റെ ലക്ഷണമാണ് അല്ലാഹു പറയുന്നത്, വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നരകം എന്ന് കേൾക്കുമ്പോൾ, നരകത്തെ പടച്ചത് മുതൽ മഹാനായ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ചോദിച്ചു, ഒരു ദിനം ജിബ്രീലേ, ചിരിക്കാത്തതായി കാണുന്നു മീകായിലേ. നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മീകായിൽ ചിരിക്കാത്തതാണെന്ന് ഉത്തരം ജബ്രായീൽ. സിദ്ദീഖുൽ അക്ബർ പെരുത്ത് കരഞ്ഞതാ, ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ. 300 വർഷം തുടരെ ശൈഖുൽ അംബിയ കരഞ്ഞെന്ന് പറയുന്നുണ്ടതും ഭയം തന്നെയാ. പേടിച്ച് പാപികൾ കണ്ണുനീരൊഴുകേണ്ടതാ. റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. മീസാനിൽ ഓരോ തുള്ളിയും തൂക്കുന്നതാ. അത് മുഴുവൻ കൊൽവാരവിൽ തൂങ്ങുന്നതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ സ്വർഗ്ഗത്തിലെ പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. നരകം പടച്ചത് മുതൽ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. പേടിച്ചിട്ട് ചിരി വരുന്നില്ല. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പരിശുദ്ധ ദീനിന്റെ പ്രബോധനം നിർവഹിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ശൈഖുൽ അംബിയ 300 വർഷം അല്ലാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞു പോയ 300 വർഷം. ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 60 വയസ്സിൽ നബുവത്ത് ലഭിച്ചു. 950 വർഷം പ്രബോധനം നടത്തി. പിന്നെ ജലപ്രളയം വന്നു. അതിനുശേഷം 60 വർഷം പിന്നെയും ജീവിച്ചു. 1050 വർഷം അല്ലാഹുവിനെ മാത്രം സുജൂദ് ചെയ്ത മഹാനായ ശൈഖുൽ അംബിയ, ഉലുൽ അസ്മുകളിലെ പ്രധാനിയായ നൂഹ് നബി അലൈഹിസ്സലാം 300 വർഷം അല്ലാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞു. നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. മാത്രമല്ല അലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുകയാണ്. എല്ലാ കാര്യവും റബ്ബിൽ തവക്കുലാക്കുകയാണ്. തവക്കൽ ആഗ്രഹത്തെ എഴുതിപ്പിക്കലല്ല. നാട്ടിലൊന്നും കാണാം ഓട്ടോറിക്ഷയുടെ പുറത്ത് തവക്കൽ തുറന്നു ഒരായിരം പള്ളി കയറിയിരുന്നത്. ഇതുകൊണ്ടൊന്നും തവക്കൽ കിട്ടൂല. തവക്കൽ വേണം. ആ തവക്കൽ ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവിതത്തിപ്പോൾ മഹാനായ ഇബ്രാഹിം നബി എന്താണ് ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. ഒരു നോമ്പ് പോലും കഴിഞ്ഞില്ല. 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ആ തീയിൽ കിടന്നിട്ട്. എങ്ങനത്തെ തീയ? ആ തീയുടെ മുകളിലൂടെ പക്ഷികൾ പറന്നുപോയാൽ കരിഞ്ഞു വീഴുമായിരുന്നു. അത്ര ചൂടുള്ള 1 മാസം ഒരുപാട് വിറകുകൾ ശേഖരിച്ചിട്ട് കത്തിച്ച തീയാണ്. ആ തീയിൽ കിടന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ രോമം പോലും കരിഞ്ഞില്ല. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. ശരിയായ തവക്കുലാണ്. എനിക്ക് അല്ലാഹു മതി. വരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അല്ലാഹുവാണ്. അപ്പൊ ആ തവക്കുൽ അതാണ് അലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ വരമേൽപ്പിക്കുക. അപ്പൊ 3 കാര്യമായി. ഒന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഹൃദയം പേടിക്കണം. രണ്ടാമതായി, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണം, ഈമാനിന്റെ കരുത്ത് കൂടണം. മൂന്നാമത്തെ, എല്ലാ കാര്യങ്ങളും റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. നാലാമതായി അല്ലാഹു തന്നെ പറയുന്നു, അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യണം, നിസ്കരിക്കണമല്ല. പ്രവാസികൾ സുബഹിസ്കാരപ്പെടാ 9 മണിക്ക് ഡ്യൂട്ടിയാണ്, 8:30 സുബഹി. കാരണം രാത്രി കുറെ താമസിച്ചിട്ടില്ലേ പോലെ കിടന്നുറങ്ങുന്നു. 1 മണിക്ക് 2 മണി, ആരും കൂടെ 1 മണിക്ക് 2 നേരത്തെ ഡ്യൂട്ടി ചെയ്ത് പെട്ടെന്ന് ഉറങ്ങാലോ. അത് വന്നിട്ടൊന്ന് റാഹത്തായി കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ കിടക്കും. അങ്ങനെ കുറെ നേരം വയ്യ, സുബഹിക്ക് എണീക്കൂല. അവര് എണീക്കുമ്പോ സുബഹി എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് സുബഹി. 10 മണിക്ക് 10 മണിക്ക്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിർവഹിക്കുക. നിസ്കാരത്തിന് സമയമുണ്ട്, ആ സമയത്ത് കൃത്യം നിർവഹിക്കുക. അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, അവർക്കാണ് ശരിയായ ഈമാൻ ഉണ്ടാവുക. ഈമാൻ പൂർണ്ണമാകുന്നതിന്റെ അടയാളമാണ്. സമയമാകുമ്പോൾ ഓനെ എങ്ങനെയും നിസ്കരിക്കും. ഓൻ മറ്റൊന്നും തടസ്സാവില്ല. സമയമാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ആകെ ഒരു ബന്ധപ്പെടാം. അതാണ് ഈമാനിന്റെ ലക്ഷണം. ഇത് സമയം ആരാധന കഴിക്കില്ല. മാത്രമല്ല നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുക. നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ അവരാണ് ശരിയായ ഈമാനുള്ളവർ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ, അവരാണ് യഥാർത്ഥ മുഅ്മിനീൻ. ലഹും ദറജാതുൻ, അവരുടെ റബ്ബിന്റെ അടുക്കൽ മഹത്തായ പദവികളുണ്ട്. മാത്രമല്ല വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനവും മാന്യമായ ഭക്ഷണവും അവർക്ക് ലഭിക്കുമെന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുമ്പോഴേ നമുക്ക് അമലുകളോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. നമ്മുടെ നിസ്കാരത്തോട്, നമ്മുടെ നോമ്പിനോട്, നമ്മുടെ സദഖയോട്, നമ്മുടെ ഖുർആനിനോട്, നമ്മുടെ ഇഅ്തികാഫിനോട്, നമ്മുടെ എല്ലാ പുണ്യപ്രവർത്തനങ്ങളോട്, പുണ്യകർമ്മങ്ങളോട് നമുക്ക് സ്നേഹം വേണമെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിരിക്കണം. ഈ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു മനുഷ്യർക്ക് ഇത്തരം അമലുകളോട് വല്ലാത്ത പ്രതിബദ്ധവും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. അങ്ങനെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. വല്ലാത്ത സ്നേഹമായിരിക്കും. പിന്നെ മറ്റുള്ളതിനോട് സ്നേഹം തോന്നില്ല. മറ്റുള്ളതിന് രണ്ടാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് അല്ലെങ്കിൽ അവസാനത്തേതായിട്ട് സ്നേഹിക്കും. ആദ്യമായിട്ട് നമ്മുടെ അമലുകളോട് വല്ലാത്ത സ്നേഹം, അമലുകളോട് വല്ലാത്ത സ്നേഹം. മഹാനായ അബൂബക്കർ
എന്താണ്? അങ്ങനെയില്ല, അവരോട് വല്ലാത്ത സ്നേഹം. അപ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത വരുന്നത്. ദോഷങ്ങൾ കൂടുമ്പോൾ നമുക്ക് മാനസികമായ പിരിമുറുക്കമുണ്ടാകണം. ടെൻഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ദോഷങ്ങൾ കൂടിയാൽ ടെൻഷൻ കൂടും. പുതിയ ലോകത്തിൽ ടെൻഷൻ കൂടുതലാണ്, വല്ലാത്ത സംഘർഷമാണ്, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിക്കാതെ ടെൻഷന് പിന്നാലെ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അറിയാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ കൂടുകയാണ്. ആ ഹറാമിനെ സൂക്ഷിക്കാറില്ല. ഇത്തഖി മഹാരിമ അല്ലാഹ് അഅബദന്നാസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ പഠിക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ സൂക്ഷിക്കുക, അതിനോട് അകലം പാലിക്കുക. ചെറിയ ചെറിയ കാര്യമായിരിക്കും. നമ്മുടെ കച്ചവടം ഒന്ന് ഉസാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കളവ്, ചെറിയ കളവ് പറഞ്ഞില്ലപ്പോ 100 രൂപയുടെ സാധനം, അത് അതിന് 200 കിട്ടണം. ഞാൻ 300 രൂപ വാങ്ങിയത് എന്ന് പറയാം. 100 രൂപ വാങ്ങിയതായിരുന്നു. കളവ് പറഞ്ഞാൽ മാത്രമേ അവന്റെ മുതൽ ചെലവായി പോകൂ എന്ന് തോന്നുകയാണ്. ആ രീതിയിൽ കള്ളത്തരം നമ്മളങ്ങനെ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ കൂടി കൂടി വരുമ്പോൾ ടെൻഷൻ കൂടുകയാണ്. ഏറ്റവും വലിയ ആഴ്ചക്കാരാണ്, കുറെ നിസ്കാരക്കാരനല്ല, കുറെ നോമ്പ് നോക്കവരല്ല, കുറെ സദഖ ചെയ്തവരല്ല. ആരാണ് വലിയ ഹറാമുകളെ സൂക്ഷിക്കുന്നവനാണ്, ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവനാണ് ഏറ്റവും വലിയ ആബിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. നാം മഹാന്മാരായ സ്വഹാബികളുടെ കഥ പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറയുമ്പോൾ, അവരുടെ അമലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ് നാം. ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയാണ് നാം. നമ്മുടെ മനസ്സുകളെല്ലാം മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ദുനിയാവിനോടുള്ള താല്പര്യം കൂടിയിരിക്കുകയാണ്. ദുനിയാവിയായ താല്പര്യം കൂടുതലാണ് നമുക്ക്. കാരണം എന്തുകൊണ്ട്? അല്ലാഹു തആല പറയുകയാണ്, ദുനിയാവിയായ താല്പര്യം കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിനെയും റസൂലിനെയും മറന്നു പോവുകയാണ്. ദുനിയാവിനോടുള്ള താല്പര്യം കൂടിയാൽ പിന്നെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അമലുകളോട് സ്നേഹം വരികയില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ദുനിയാവിനോടുള്ള താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അമലിനോടുള്ള പ്രതിപത്തി കൂടിയത്. താല്പര്യം അവരുടെ ദുനിയാവിനോട് കുറവായി. നമ്മളിന്ന് നമ്മുടെ മകൻ പറയും, ഒരു മൊബൈൽ വേണം. ഏതാ മൊബൈൽ? ആ 40,000 മൊബൈൽ. 40,000 മൊബൈലാണ്. ഞാനൊരു 200 രൂപയുടെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. എനിക്കതിന് താല്പര്യം അല്ല, അതിൽ കുറെ അതൊക്കെ പഠിക്കാനുണ്ട്. അത് വേണം. 40,000 എടുക്കണം. ഒരു ശമ്പളം 15,000, ബാക്കി 25,000 കടം പഠിച്ചു. അങ്ങനെ 40,000 മൊബൈൽ വാങ്ങിയിട്ട് മകനെ കൊടുത്തയച്ചു. മകൻ ആ മൊബൈൽ കൊണ്ട് എല്ലാ തെമ്മാടുത്തരും കളിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ നമ്മളോട് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അത് ആ രീതിയിൽ അപ്പടി നടത്തി കൊടുക്കുകയാണ് നാം. എന്തിനു വേണ്ടിയാണ്? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? ഇതിന്റെ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഇൻ കാന ആബാഉകും വഅബ്നാഉകും. നബിയെ തങ്ങൾ ചോദിക്കുക, ഇൻ കാന ആബാഉകും നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബ്നാഉകും നിങ്ങളുടെ മക്കളാണെങ്കിൽ, വഇഖ്വാനുകും നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിൽ, വഅസ്വാജുകും നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വഅശീറത്തുകും നിങ്ങളുടെ കുടുംബമാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനമാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ചെലവായി പോകുന്ന നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവട സാധനങ്ങളാണെങ്കിൽ, വമസാകിനു തർദൂനഹാ നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഭവനങ്ങളാണെങ്കിൽ. പൊതുവെ മനുഷ്യൻ തൃപ്തിപ്പെടുന്ന 8 കാര്യങ്ങൾ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ,
സഹോദരന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബക്കാർ, നാം സമ്പാദിച്ച മുതൽ, നമ്മുടെ കച്ചവട സാധനങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർപ്പിടം, ഭവനം, വീട്, ഇങ്ങനെയുള്ള 8 വസ്തുക്കൾ മനുഷ്യൻ പൊതുവെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ അള്ളാഹു തന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് സ്നേഹം. ആ സ്നേഹത്തിന് വിഘാതമായിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, ഭാര്യമാരുടെ, നമ്മുടെ ധനത്തിന്റെ, നമ്മുടെ ദുനിയാവിയായ കാര്യങ്ങളെ അതിന് താല്പര്യം കൂടിപ്പോയാൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള സ്നേഹം അത് തടസ്സമായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സ്നേഹം വേണം, അവരോടൊക്കെ സ്നേഹം വേണം. പക്ഷേ കൂടുതലായി നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ അള്ളാഹുവിനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ റസൂലിനെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളോടുള്ള സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് കളിക്കേണ്ടത്. മറ്റുള്ളവരോട് സ്നേഹം വേണ്ട എന്നല്ല, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ സ്നേഹം ആരോടാണ്? നമ്മുടെ സ്നേഹം ആരോടാണ്? ഇന്ന് അർജന്റീനയോടാണ് നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ബ്രസീലിനോടാണ്, അല്ലേ? ഇന്ന് ബ്രസീല്, അർജന്റീന, മെസ്സി, നെയ്മർ, ഇങ്ങനെയാണ് ചെറുപ്പക്കാർ. അവരെ ഒരു നമ്പറുള്ള ഒരു കുപ്പായ വെച്ചിട്ട് നിസ്കരിക്കാതെ മുമ്പിൽ നിന്നിട്ടുണ്ടാവും. മുമ്പിലുണ്ടാവും മെസ്സി, 1ാമത്തെ സഫില്, 2ാമത്തെ സഫില് നെയ്മർ. നിസ്കരിക്കുന്നവരെ ഖിയാലയാണ്. ഈ രീതിയിൽ നമ്മളിന്ന് ആ ദുനിയാവിയായ കാര്യങ്ങളിലോടാണ് താല്പര്യം കൂടുതൽ. മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഓർത്തു നോക്കൂ, പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാനിലാണല്ലോ ബദർ നടന്നത്. ആ ബദർ യുദ്ധത്തിന്റെ സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പോർക്കളത്തിൽ മഹാന്മാരായ സ്വഹാബത്തിനെ അണിയിപ്പിച്ചു നിർത്തുകയാണ്. അതിന്റെ പോർക്കളത്തിൽ സ്വഹാബത്തിനെ അണിയിപ്പിച്ചു നിർത്തുന്നു. ശത്രുവിന്റെ മുന്നിൽ തോറ്റോടാതിരിക്കാൻ, ശത്രുവിന്റെ മുന്നിൽ അടിയുറച്ചു നിൽക്കാൻ സഫ് ശരിയാക്കി നിർത്താം. നിസ്കാരത്തിലെ സഫ് ശരിയാക്കും പോലെ ആ പോർക്കളത്തിലെ സഫ് ശരിയാക്കി നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് സഫ് ശരിയാക്കി നിർത്തുകയാണ്. ആ സന്ദർഭത്തിൽ കുപ്പായം ധരിക്കാത്ത ഒരു സഹാബി, അല്പം പള്ളയുള്ള ഒരു സഹാബി അല്പം മുന്നോട്ട് ആഞ്ഞു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വടി, കയ്യിലുള്ള വടി കൊണ്ട് ആ സഹാബിയുടെ വയറ്റത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, സഹാബേ ഒന്ന് നേരെ നിൽക്കൂ, സഫ് ശരിയാക്കി നിൽക്കൂ. വടി കൊണ്ടൊന്ന് തട്ടിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിക്കുകയാണ്. യുദ്ധകളത്തിൽ സഫൊപ്പിച്ച് നിൽക്കുന്ന ആ സ്ഥലത്ത് ശബ്ദിക്കാൻ പാടില്ല, അച്ചടക്കത്തോടെ നേതാവിനെ അംഗീകരിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് മഹാനായ സവാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നബിയെ, അങ്ങനെയാണ് അടിച്ചത്, അങ്ങ് റഹ്മത്തുൽ ആലമീനല്ലേ, അങ്ങനെ തന്നെ അടിച്ചു. ഉശിരങ്കളയാ ഹബീബ ഓതിമങ്കും താബ താബ യാ റസൂലല്ലാഹ് ബർശയ റഹ്മത്തിനല്ലാഹ് ബഅസാകിയുള്ളദല്ല ബരുതപ്പേടൂതനല്ല യാ നജിയല്ലാഹ് തരുതപ്പടദൂത ചൊന്ന സവാദേ നീ ചൊന്നതന്ന ത്വാഹവേ ഉങ്കലന്ന സ്വഫതിൽ സബകാൽ അതുവാഹ ഉങ്കലത്തി ഹിദ്ഹാലേ ഉണ്ട് കുത്തി ഫവ
കോതി ഉമൈത്താൻ വെന്തത്താളി നോത്താൻ ബീഗം വപ്പനും മൽക്കുത്താൻ ആകുമെങ്കിലുമേ ചിതമുറ്റേ പായലർന്ന് ചിതത്താകും നീ മൊഴിണ്ട് ചെയ്തോ സവാദ വന്ന് ഉന്തകൈ കൊതി പോൽ. സവാദേ, നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ മഹ്ശറിലേക്ക് വെക്കരുത്. സവാദേ, നിങ്ങൾക്ക് ഇഷ്ടം എന്നെ കുത്തലാണെങ്കിൽ കുഴപ്പമില്ല, എന്നെ കുത്തിക്കോളൂ. ഇതാ വടി. ഞങ്ങൾ വടിയെ കൊണ്ട് കൊടുത്തപ്പോ സവാദ് റളിയല്ലാഹു പറയുന്നു, നബിയെ, വടി കിട്ടിയതുകൊണ്ട് കാര്യമില്ല. എന്നെ അങ്ങ് കുത്തിയപ്പോൾ എന്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിട്ടില്ല, ഞാൻ കുപ്പായം ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങ് കുപ്പായം ഒന്ന് പൊക്കി തരണം നബിയെ. കുപ്പായം പൊക്കണം. കൊതിയെല്ലാം തീർക്കുമുത്തേ കുടമേല കൈ പിടിത്തേ കോലിയെ താരുടത്തെ ഇന്ദിടയെ പിതാൻ മതിവെറ്റൂരമായി ചേർത്ത് മണിപ്പുക്ക് താരോലിത്തെ മാഹിയ നീർ ജലത്തെ ലാഹിറാക്കിയൊറി. അങ്ങയുടെ ശരീരത്തിന്റെ ആ കുപ്പായം ഒന്ന് പൊക്കി തരണം നബിയെ. അങ്ങയുടെ പടയിൽ എനിക്ക് കുത്തണം നബിയെ. കുപ്പായങ്ങളെ നോക്കി. അതിനാൽ ആരെല്ലാം അരിശംസമാതില്ല അണിവിട്ടനക്കബല്ല ആകുമപ്പൊഴുതിൽ ഉദിപ്പിൽ നീളൽ ഗലത്തെ ഉടലിൽ അണിയപ്പെട്ട് ഉഷമാകുന്നാരച്ചട്ടൈ കേട്ടിടയില. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾക്ക് ദേഷ്യം വന്നു. എന്താണ് ഈ സവാദ് പറയുന്നത്? റസൂലുള്ളാഹിനെ കുത്താൻ വടി വാങ്ങുന്നു, റസൂലുള്ളാഹിന്റെ ഷർട്ട് പൊക്കാൻ പറയുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ അടക്കി എന്നിട്ട് തങ്ങളുടെ ശരീരത്തിലെ ആ മഹത്തായ ശരീരത്തിൽ നിന്ന് കുപ്പായം അങ്ങോട്ട് പോകുകയാണ്. ഉദിപ്പിൽ നീളൽ ഗലത്തെ ഉടലിൽ അണിയപ്പെട്ട് ഉഷമാ പുന്നാരച്ചട്ടൈ കേട്ടിടയില. ഉദിപ്പിൽ നിഴലില്ലാത്ത സൂര്യന്റെ മുമ്പിൽ നിഴലില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശരീരത്തിലെ സർപ്പാക്കപ്പെട്ട ശരീരത്തിലെ വസ്ത്രം പോകുകയാണ്. സഹാബത്ത് ശ്വാസം അടക്കി പിടിച്ചു നോക്കുമ്പോൾ മഹാനായ സവാദ് അടുത്തേക്ക് വരികയാണ്. വടിയുമായിട്ട് അടുത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റിന്റെ തൊട്ടടുത്ത് നിന്ന് വടി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ വയറ് ആ ശരീരം കൂട്ടി അടച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. തങ്ങളുടെ വയറ്റത്ത് ദുരിതുരാ ചുംബനം അർപ്പിക്കുകയാണ്. ദീർഘനേരം ചുംബിച്ചുകൊണ്ട് തന്റെ മുഖം വലിച്ചെടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, മാപ്പ് ചെയ്യണേ നബിയെ, മാപ്പ് ചെയ്യണേ നബിയെ. എന്തിനാണ് സവാദേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഈ യുദ്ധക്കളത്തിൽ ഞാൻ ഈ ശഹീദായി പോയാൽ അങ്ങയുടെ ശരീരത്തിൽ എന്റെ ശരീരം സ്പർശിച്ചാൽ ഞാൻ നാളെ നരകത്തിൽ കടക്കുകയില്ലല്ലോ നബിയെ. അങ്ങയുടെ ശരീരത്തെ ഈ അവസാന സന്ദർഭത്തിൽ അങ്ങയുടെ ശരീരവുമായി സ്പർശിക്കാൻ ഞാനൊന്ന് കൊതിച്ചു പോയി നബിയെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ചുംബിച്ചത്. ഇതിന് തന്ത്രം പ്രയോഗിച്ചതാണ് നബിയെ. ഒന്ന് മാപ്പ് ചെയ്യണേ നബിയെ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗ്ഗാവകാശിയായ മനുഷ്യനെ കാണണമെങ്കിൽ നിങ്ങൾ സവാദിലേക്ക് നോക്കിക്കൊള്ളുക. സ്വർഗ്ഗാവകാശിയെ കാണണമെങ്കിൽ സവാദിലേക്ക് നോക്കിക്കൊള്ളുക. നബിയുനാ